ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്നതും വേനൽക്കാലത്ത് ധാരാളമായി കഴിക്കാവുന്നതുമായ ഒരു ഫ്രൂട്ടാണ് പൈനാപ്പിൾ അഥവാ കൈതച്ചക്ക. ഇതിൽ മാംഗനീസ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇത് എല്ലുകൾക്ക് ബലം നൽകാൻ സഹായിക്കുന്നു. കൂടാതെ കാൽസ്യം, തയാമിൻ എന്നിവയും അടങ്ങിയിരിക്കുന്നു. വേനൽക്കാലത്തുണ്ടാകുന്ന ക്ഷീണം, തളർച്ച എന്നിവ മാറ്റാൻ ഇതിലുള്ള തയാമിനും പൊട്ടാസ്യവും സഹായിക്കുന്നു. പൈനാപ്പിളിൽ ബ്രോമെലൈൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രോട്ടീന്റെ വിഘടനത്തിൽ സഹായിക്കുകയും വളരെ വേഗത്തിൽ പ്രോട്ടീൻ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. പൈനാപ്പിളിൽ വിറ്റാമിൻ സി ധാരാളമുണ്ട്. ഇത് ശരീരകലകളുടെ കേടുപാടുകൾ തീർക്കാനും എല്ലുകളുടെ ആരോഗ്യത്തിനും പ്രധാന പങ്കുവഹിക്കുന്നു. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാനുള്ള കഴിവും പൈനാപ്പിളിനുണ്ട്. സന്ധിവേദനയ്ക്ക് പൈനാപ്പിൾ കഴിക്കുന്നത് നല്ലതാണ്. പൈൽസ് ഉള്ളവർക്കും മലബന്ധ പ്രശ്നമുള്ളവർക്കും പൈനാപ്പിൾ കഴിക്കുന്നത് ഗുണം ചെയ്യും. ആഹാരത്തിൽ, പ്രത്യേകിച്ച് കറികളിൽ പൈനാപ്പിൾ ചേർത്ത് കഴിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ഇത് വളരെയേറെ പ്രിയമുള്ളതാണ്. പ്രമേഹ രോഗികളിൽ പലരും പഴങ്ങൾ ഒഴിവാക്കുകയാണ് പതിവ്. പഴങ്ങളിൽ മധുരമുള്ളതുകൊണ്ട് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുമോ എന്ന പേടി കാരണമാണ് പലരും പഴങ്ങൾ ഒഴിവാക്കുന്നത്. എന്നാൽ പഴങ്ങളിൽ പ്രകൃതിദത്ത പഞ്ചസാരയാണുള്ളത്, പ്രത്യേകിച്ച് ഫ്രക്ടോസ്. മോണോസാക്കറൈഡ് എന്നറിയപ്പെടുന്ന ഒരുതരം പഞ്ചസാരയാണ് ഫ്രക്ടോസ്. ഇതാണ് പഴങ്ങൾക്ക് മധുരം നൽകുന്നത്. ഫ്രക്ടോസ് പഴപഞ്ചസാര എന്നും അറിയപ്പെടുന്നു. ഇത് മറ്റ് പഞ്ചസാരകളെ പോലെ രക്തത്തിലെ പഞ്ചസാരയെ ബാധിക്കില്ല. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് പൈനാപ്പിൾ. എന്നാൽ കഴിക്കുന്ന അളവ് പ്രധാനമാണ്. ഒരു സമയം 100 മുതൽ 150 ഗ്രാം വരെ കഴിക്കാവുന്നതാണ്. പൈനാപ്പിളിൽ മൈക്രോ ന്യൂട്രിയന്റുകളും ആന്റി ഓക്സിഡന്റുകളും ഉണ്ട്. ഇവയെല്ലാം പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ പ്രധാനമാണ്. പൈനാപ്പിളിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഒരു കപ്പ് പൈനാപ്പിളിൽ 2.2 ഗ്രാം നാരുകൾ ഉണ്ട്. ഇത് വിശപ്പ് കുറയ്ക്കുകയും രക്തത്തിലേക്ക് പഞ്ചസാരയുടെ ആഗിരണം സാവധാനത്തിലാക്കുകയും ചെയ്യുന്നു. കൊളസ്ട്രോൾ നില കുറയ്ക്കുകയും ചെയ്യുന്നു. വൈറ്റമിൻ B6 പൈനാപ്പിളിൽ ധാരാളമായി ഉണ്ട്. ഇത് അരുണരക്താണുക്കളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു. കൊഴുപ്പിന്റെയും അന്നജത്തിന്റെയും ഉപാപചയ പ്രവർത്തനം നിയന്ത്രിക്കുന്ന മൈക്രോ ന്യൂട്രിയന്റായ മാംഗനീസും പൈനാപ്പിളിലുണ്ട്. ഫാറ്റ് ഇല്ലാത്തതിനാലും പ്രോട്ടീന്റെ അളവ് കുറവായതിനാലും ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പൈനാപ്പിൾ കഴിക്കാവുന്നതാണ്. പൈനാപ്പിളിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലായതിനാൽ ശരീരത്തിലെ ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു. എന്നാൽ ചിലർക്ക് പൈനാപ്പിൾ കഴിക്കുമ്പോൾ വായ്ക്കുള്ളിൽ അലർജി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പൊള്ളലോ നീറ്റലോ വരുന്നുവെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. നന്നായി പഴുത്ത പൈനാപ്പിൾ കഴിക്കുക. പൈനാപ്പിൾ ജ്യൂസായി അധികം പഞ്ചസാര ചേർക്കാതെ കഴിക്കുന്നത് വേനൽക്കാലത്ത് നല്ലതാണ്. കൂടാതെ ജാം തയ്യാറാക്കുന്നതിനും പൈനാപ്പിൾ ഉപയോഗിക്കാറുണ്ട്. പൈനാപ്പിൾ തേങ്ങയും ശർക്കരയും ചേർത്ത് രുചികരമായ ഇലയടയും ഉണ്ടാക്കുന്നവരുണ്ട്. നല്ല മണവും രുചിയും ഉള്ളതിനാൽ പെട്ടെന്ന് വെറുത്തു പോകുന്ന ഒരു പഴമല്ല പൈനാപ്പിൾ. ഇത് വീടുകളിലും നട്ടുപിടിപ്പിക്കാവുന്നതാണ്. അതിനായി പ്രത്യേകിച്ച് തൈ വാങ്ങേണ്ട ആവശ്യമില്ല. ഷോപ്പുകളിൽ നിന്നും പൈനാപ്പിൾ വാങ്ങുമ്പോൾ പൈനാപ്പിളിന് മുകളിലായി കാണുന്ന ഇലയുള്ള ആ ഭാഗം അങ്ങനെ മുറിച്ചെടുത്ത് ഒരു കപ്പിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ മുക്കി വെക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ അതിൽ വേര് വന്നതായി കാണാം. അതിനുശേഷം ഗ്രോ ബാഗിലോ നിലത്തോ നടാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെള്ളം നനയ്ക്കുന്നത് വളർച്ചയെ സഹായിക്കും. വീടിന്റെ ടെറസിലോ പറമ്പിലോ കൃഷി ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് വളം നൽകിയില്ലെങ്കിൽ പോലും കായ്ഫലം ഉണ്ടാകുന്നതാണ്.